ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വ്രതങ്ങൾക്ക് ഫലം ഉണ്ടാവോ? അല്ല, ഈ പൂജാവിധികളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ, വ്രതത്തിന് ഫലം ഉണ്ടാവുമെന്ന്. വ്രതത്തിന് ഫലം ഉണ്ടാവും, അത് മനസ്സറിഞ്ഞ് ചെയ്താൽ. എന്നാല് ഈ നിമിഷം മുതല് ഞാൻ നിരാഹാര വ്രതം ഇരിക്കാൻ പോവാ. എന്തിന്? ആ, എന്നോട് തനിക്ക് സ്നേഹം ഉണ്ടെന്നറിയാം. താൻ എന്നോടത് പറയുന്നത് വരെ ഞാൻ പച്ച വെള്ളം പോലും കഴിക്കൂല. വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ചുമ്മാ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അതിന് ഞാൻ ആരോടും പറയുന്നില്ലല്ലോ, ഇത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. ആ, എന്റെ വ്രതം അവസാനിപ്പിക്കണമെങ്കിൽ താൻ എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഞാനങ്ങ് തീർന്നു പോട്ടെ എന്റെ സ്വപ്നങ്ങളോടൊപ്പം. എന്നാ പറയൂ. ആ, അങ്ങനെയാണെങ്കിൽ എന്റെ വ്രതം ഞാൻ ഉറപ്പിച്ചു. ഈ ഇരിക്കുന്ന ഭഗവാനാണ് സത്യം. അയ്യോ, വെറുതെ ശരീരത്തിനൊന്നും. ശരീരത്തിൽ എന്ത് വരാൻ? അല്ല, വന്നാലും തനിക്കെന്താ? എന്നെ ഇഷ്ടമല്ലാത്ത ഒരുത്തി എന്നെ അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. ജീവിക്കാൻ പറ്റുമെങ്കിൽ ചാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ആ, അമ്മേ, എന്താടി ചോദിച്ചത് കേട്ടില്ലേ? എന്താണെന്ന്? അത് വരുൺ നിരാഹാരം ഇരിക്കാൻ പോകുന്നു പറഞ്ഞു. എന്തിനു? ഇപ്പൊ പൂജാമുറിയിൽ വെച്ച് എന്നെ കണ്ടായിരുന്നു, തടഞ്ഞു നിർത്തി. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോ ദേഷ്യപ്പെട്ടു. അപ്പഴാ നിരാഹാരത്തെക്കുറിച്ച് പറഞ്ഞത്. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി നീ അവന്റെ മുമ്പിൽ പോയി ചാടുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. സത്യത്തില് പൂജാമുറി എനിക്ക് ഒളിച്ചിരിക്കാനുള്ളൊരിടാ. അതുപോലെ ഇപ്പോ. അയ്യോ എടുത്തി, അവളുടെ വേദന ഒന്ന് നോക്കി. ചെയ്യാവുന്നതെല്ലാം ചെയ്തു വെച്ചിട്ട് അവളൊരു പാവം കളിക്കുന്ന കണ്ടില്ലേ? അമ്മ എന്തേലും ചെയ്യണം, ഇല്ലെങ്കിൽ വരുൺ വെറുതെ വാശി കാണിച്ച്. ഏട്ടത്തി നല്ല തലവേദന എടുത്തിരിക്കുക, നീ ഒന്ന് പോയേ. ആരെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ. അതവനെ നിന്നോട് ദിവ്യ പ്രേമാന്ന് തോന്നാൻ വേണ്ടി വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ അവൻ എന്ത് തന്ത്രം കാണിച്ചാലും നിന്റെ മനസ്സ് മാറാൻ പാടില്ല, കേട്ടല്ലോ? പൊയ്ക്കോ, അവന് വിശക്കുമ്പോ അവനെടുത്ത് കഴിച്ചോളും. ആ, അടുക്കളയിലെ ഭക്ഷണം ആവുമ്പോ കുറച്ച് പാത്രത്തിലാക്കി അവന്റെ മുറിയിൽ കൊണ്ടുപോയി കൊടുക്കോ നീ. അങ്ങനെ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോ. പോവാനല്ലേ പറഞ്ഞേ?